സന്നിധാനത്ത് ഇന്ന് 4 ലക്ഷത്തോളം ഭക്തർ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലുമായി മകര ജ്യോതി ദർശിക്കാനായി കാത്തുനിൽപ്പാണ്. നമുക്ക് ഉമേഷിലേക്ക് വരും മുമ്പ് ശരംകുത്തിയിൽ നിന്ന് മനോജ് ഒപ്പം ചേരുന്നുണ്ട്. മനോജ്, ഇന്നലെ മുതൽ ശരംകുത്തിയിലാണ് മനോജ്. ഓരോരുത്തർക്കും ഓരോ സ്പോട്ടുണ്ട്. ശരംകുത്തി മനോജ്, പമ്പ കിരൺകുമാർ, സന്നിധാനത്ത് അഖിൽ പാലോട്ടുമഠം ഉമേഷ്, പിന്നെ അരുൺ കൊടുങ്ങൂരുണ്ട്, മറുവശത്ത് എരുമേലിയിൽ നമ്മുടെ മിഥുൻ അയ്യപ്പനുണ്ട്, മിഥുൻ മുരളി തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ് മനോജ്? ശരംകുത്തിയിൽ മറ്റ് എല്ലാവിധ ഒരുക്കങ്ങളും നടക്കുകയാണ്. അവസാനവട്ട തയ്യാറെടുപ്പിലാണ്. ഇനി ഇങ്ങോട്ടാണ് തിരുവാഭരണം എത്തുക. വൈകുന്നേരത്തോടു കൂടി തിരുവാഭരണം എത്തുമ്പോൾ ദേവസ്വം ബോർഡിന്റെ സ്വീകരണം ശരംകുത്തിയിൽ വെച്ചാണ്. ശരംകുത്തിയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടെയാണ്. ഐതിഹ്യപ്പെരുമ കൊണ്ടും അതോടൊപ്പം തന്നെ മറ്റ് പലതരത്തിലുള്ള വിശേഷങ്ങളുണ്ട് ഈ ശരംകുത്തിക്ക്. ഓരോ അയ്യപ്പ ഭക്തരും ഇവിടേക്ക് എത്തുമ്പോൾ അവരുടെ അസുര ഭാവങ്ങൾ അല്ലെങ്കിൽ അസുര ഗുണങ്ങൾ ഇവിടെ വെടിഞ്ഞുകൊണ്ട് ശരമായി ഇവിടെ കുത്തിക്കൊണ്ട് ദേവഗുണം ഉൾക്കൊണ്ടുകൊണ്ടാണ് ശബരിമലയിലേക്ക് പോകുക. അത്തരത്തിൽ പ്രാധാന്യമുള്ള ഒരു സ്ഥലം. ആ സ്ഥലത്തേക്കാണ് തിരുവാഭരണം എത്തുമ്പോൾ, ആ 3 പേടകങ്ങളും എത്തുമ്പോൾ ഇവിടെ നിന്നും ദേവസ്വം ബോർഡിന്റെ സ്വീകരണം ഉണ്ടാകും. വാദ്യമേള ഘോഷങ്ങളോടുകൂടി തീവട്ടിയുടെ അകമ്പടിയോടുകൂടി ഇവിടെ നിന്നാണ് ആനയിച്ചു കൊണ്ടുപോവുക. ആനയിച്ചു കൊണ്ടുപോകുമ്പോഴേക്കും അവിടെ മേൽശാന്തിയും അതോടൊപ്പം തന്നെ തന്ത്രിയും ചേർന്ന് സ്വീകരിക്കും. എന്തായാലും അവസാനവട്ട തയ്യാറെടുപ്പുകൾ ഇവിടെ നടക്കുകയാണ്. നേരത്തെ തന്നെ പമ്പയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഭക്തർ വരുന്നത് തടഞ്ഞിരുന്നു. കാരണം ഈ തിരുവാഭരണം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഭക്തരുടെ ഒഴുക്കുണ്ടായാൽ അല്ലെങ്കിൽ ഭക്തരുടെ തിരക്കുണ്ടായാൽ അത് നിയന്ത്രണങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഈ പമ്പയിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തുന്ന ഭക്തജനങ്ങളെ ഇപ്പോൾ നിയന്ത്രിച്ചിരിക്കുന്നത്. ഇതിന് ശേഷം മാത്രമേ, അതായത് തിരുവാഭരണ ഘോഷയാത്ര ഇങ്ങോട്ടേക്ക് എത്തിയതിന് ശേഷം മാത്രമേ മറ്റു വിധത്തിലുള്ള ആ നിയന്ത്രണങ്ങളിലൊക്കെ മാറ്റം വരുത്തുകയുള്ളൂ. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ എല്ലാവരും ഇവിടെ അവസാനവട്ട തയ്യാറെടുപ്പിലാണ്. അവരൊക്കെ തന്നെ കൃത്യമായും ഇവിടെയുള്ള അയ്യപ്പന്മാരെ എത്രയും വേഗം തന്നെ സന്നിധാനത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവിടെയുള്ളവരുടെ ജോലി. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ തിരുവാഭരണത്തെ വരവേൽക്കുവാൻ വേണ്ടിയിട്ടുള്ള വാദ്യമേള ഘോഷങ്ങളൊക്കെ തയ്യാറാണ്. ഇനി ദേവസ്വം ബോർഡ് ഭാരവാഹികളൊക്കെ ഇങ്ങോട്ടേക്ക് വരും. ദേവസ്വം ബോർഡ് അംഗങ്ങളും എല്ലാവരും വന്നാണ് ഇവിടെ നിന്നും സ്വീകരിച്ചു കൊണ്ടുപോകുക. എന്തായാലും പന്തളത്ത് രാജാവ് അയ്യപ്പന് വേണ്ടി നിർമ്മിച്ചു നൽകി അയ്യപ്പന് നടക്കി വച്ചിട്ടുള്ള ആ ഒരു അയ്യപ്പൻ അണിയാൻ ഒരുക്കിയിട്ടുള്ള ആഭരണങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ വലിയ ആഘോഷത്തോടു കൂടി തന്നെയാണ് ഇവിടെ നിന്നും വരവേറ്റു കൊണ്ടുപോകുക. അതിനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ശരംകുത്തിയും. ശരംകുത്തിയെ സംബന്ധിച്ചിടത്തോളം നിരവധി ഭക്തജനങ്ങളാണ്, അതായത് കഞ്ഞിയപ്പന്മാരൊക്കെ വന്ന് ഇവിടെ ശരം കുത്തിയിട്ട് പോകുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അത്തരത്തിൽ പ്രാധാന്യമേറെയുള്ള ശരംകുത്തിയിൽ ഈ സ്വീകരണം നൽകുമ്പോൾ ഇവിടെ നിന്നും സന്നിധാനം വരെയുള്ള ആ യാത്ര അത് തന്നെയാണ് ഈ എല്ലാവരും കണ്ണു നട്ടിരിക്കുന്നത്. കാരണം തിരുവാഭരണ ഘോഷയാത്ര തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും ആ 3 പേടകത്തിലുമായിരുന്നു പ്രാർത്ഥനയോടുകൂടി അയ്യപ്പന് ചാർത്തുവാനുള്ള ആ ആഭരണങ്ങളിൽ നോക്കി നിന്നത്. ആ ആഭരണങ്ങൾ പേടകങ്ങളിലായി ഇങ്ങനെ വരുമ്പോൾ ആ യാത്രയെ സ്വീകരിക്കുവാൻ വേണ്ടി വഴിനീളെ ഓരോ ഭക്തജനങ്ങളും ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇനി ശരംകുത്തിയിലേക്ക് എത്തുമ്പോഴും ശബരിമലയ്ക്ക് അടുത്തേക്ക് ആ തിരുവാഭരണങ്ങൾ വരുമ്പോൾ അതിനുവേണ്ട എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ തയ്യാറാവുകയാണ്. എന്തായാലും ഈ ഒരു നിയന്ത്രണം അത് കൃത്യമായും തന്നെ ഭക്തജന തിരക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ശരംകുത്തിയിലൊക്കെ കണ്ടതാണ്. വലിയ തരത്തിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ മാത്രമേ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ആ സമയത്തിന് തിരുവാഭരണം എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വൈകിട്ട് 5 മണിക്ക് ശേഷം ഇവിടേക്ക് എത്തുമ്പോൾ ഇവിടെ നിന്നും എത്രയും വേഗം ആ സ്വീകരണം നൽകി ആനയിച്ചുകൊണ്ട് സന്നിധാനത്തേക്ക് എത്തുന്നു. സന്നിധാനത്തെത്തി തന്ത്രിയും മേൽശാന്തിയും ആ തിരുവാഭരണം ഏറ്റുവാങ്ങി ശബരീശ വിഗ്രഹത്തിൽ ചാർത്തുമ്പോൾ ആ സമയത്താണ് അവിടെ ജ്യോതിയും തെളിയുക. അത് ദർശിക്കുവാനായി ആ മകരവിളക്ക് ദർശിക്കുവാനായി നിരവധി ഭക്തജനങ്ങൾ ഇപ്പോൾ ഈ ശബരിമലയിലുണ്ട്. സന്നിധാനത്തിന് പരിസരത്തൊക്കെ ഉണ്ട്. രാവിലെ മുതൽ തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ വന്നവരൊക്കെ ഇപ്പോഴും അവിടെ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പേരും അങ്ങനെ കാത്തിരിക്കുകയാണ്. ആത്മസായുജ്യമടയാൻ, ആ മകരജ്യോതി ദർശിച്ച് അയ്യപ്പനെ ദർശിച്ച് ആത്മസായുജ്യമടയാൻ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഓരോ അയ്യപ്പന്മാരും അങ്ങനെ മല കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പമ്പയിൽ നിന്നും നേരത്തെ കയറി വന്ന ഭക്തജനങ്ങളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് മലയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇരുമുടിക്കെട്ടുമായി അവർ ആ മകരജ്യോതി ദർശനത്തിനായി ശബരീശ ദർശനത്തിനായി അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. ശരംകുത്തിയിലെത്തി ആ ശരം അവിടെ തറച്ച ശേഷം അവിടെ കുത്തിവെച്ച ശേഷം അങ്ങോട്ടേക്ക് അവർ ഓരോരുത്തരായി പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അവസാനവട്ട ഒരുക്കങ്ങൾ ഇവിടെയൊക്കെ വൃത്തിയാക്കുകയാണ്. കാരണം തിരുവാഭരണം
ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും ഇവിടെ നല്ല രീതിയിൽ ഒരു സ്വീകരണം ഒരുക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പരിസരമൊക്കെ വൃത്തിയാക്കി ഇവിടെ മറ്റ് കാര്യങ്ങളൊക്കെ ഒരുക്കിയ ശേഷമാണ് ഈ സ്വീകരണം നൽകുന്നത്. അതിനുവേണ്ടി പോലീസ് അയ്യപ്പന്മാരും ഇവിടെ സജീവമായി തന്നെ തുടരുകയാണ്. എത്രയും വേഗം ഈ തിരുവാഭരണ ഘോഷയാത്ര എത്തും എന്നാണ് കരുതുന്നത്. നിലവിൽ ഇപ്പോൾ 5 മണിക്ക് ശേഷമാണ്, അതായത് 5:30ക്കും 5 മണിക്കുമുള്ളിൽ എത്തും എന്നുള്ള കാര്യമാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ആ ഒരു സമയ ക്രമീകരണം അത് നമുക്ക് ഇനിയും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അറിയുവാൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെയുള്ളവരൊക്കെയും. ഇവിടെ നിന്നും 5 മണിക്ക് ശേഷം നേരെ ആനയിച്ചു കൊണ്ടുപോകുമ്പോൾ കുറച്ച് സമയം മാത്രമാണ് ഇനി സന്നിധാനത്തേക്ക് ഇവിടെ നിന്നുമുള്ളത്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ അവിടെ. ഇപ്പോൾ തന്നെ ശബരിമല സന്നിധാനത്തും പരിസരത്തൊക്കെ അങ്ങനെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. എന്തായാലും തിരുവാഭരണം കൂടെ എത്തുമ്പോൾ അതിനുവേണ്ട നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വഴിയൊക്കെ തന്നെ പൂർണ്ണമായും അയ്യപ്പന്മാരെ സന്നിധാനത്തേക്ക് കയറ്റിവിട്ടുകൊണ്ട് ഇപ്പോൾ ഈ വഴി നമുക്ക് കാണാൻ സാധിക്കും. ആ തിരക്ക് ഇപ്പോൾ ഇവിടെ ഒട്ടുമില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അയ്യപ്പന്മാരെയൊക്കെ അങ്ങ് സന്നിധാനത്തേക്ക് മാറ്റിയ ശേഷമാണ് ഈ തിരുവാഭരണ ഘോഷയാത്ര ഇതുവഴി പോകുന്നത്. നേരത്തെ പറഞ്ഞു, കാനനപാതയിലൂടെയാണ് ഈ തിരുവാഭരണം വരുന്നത്. ആ കാനനപാതയിലൂടെ വന്ന് മരക്കൂട്ടം വഴിയൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ, ശരംകുത്തിയിലേക്ക് എത്തുമ്പോൾ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ദേവസ്വം സ്വീകരണം ഒരുക്കുന്നത്. ആ സ്വീകരണം ഒരുക്കുന്നതിന്റെ മിനുക്കുപണികളാണ്, അവസാനഘട്ട തയ്യാറെടുപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അയ്യപ്പന്മാർ ഇനിയുമുണ്ട്, ഒരുപാട് പേർ പമ്പയിൽ നിന്നും കയറിയവരൊക്കെ ഈ മലചവിട്ടി എത്തുവാൻ. അവരൊക്കെ എത്രയും വേഗം എത്തിക്കുക എന്നുള്ളതാണ് പോലീസ് അയ്യപ്പന്മാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മറ്റ് തയ്യാറെടുപ്പുകൾ, വാദ്യമേള ഘോഷങ്ങളുടെ അകമ്പടിയോടെ ഈ തിരുവാഭരണം ഇവിടെ നിന്നും സ്വീകരിച്ചു കൊണ്ടുപോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അത്രയധികം പ്രാധാന്യത്തോടു കൂടിയുള്ള ഒരു ചടങ്ങാണ്. കാരണം വർഷങ്ങളായി തന്നെ പന്തളത്തു നിന്നും, പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചിട്ടുള്ള തിരുവാഭരണ ഘോഷയാത്രയെ വരവേൽക്കുക എന്ന് പറയുന്നത് നിരവധിയിടങ്ങളിൽ വരവേൽപ്പുണ്ടെങ്കിലും ശബരിമലയിലെത്തുമ്പോൾ ആ വരവേൽപ്പിന് അതിന് പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നിന്നും ആനയിച്ചുകൊണ്ട് ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് എത്തുമ്പോൾ എല്ലാവരും കാത്തിരുന്ന ആ നിമിഷത്തിലേക്ക് കടക്കുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്തായാലും അതിനുവേണ്ട തയ്യാറെടുപ്പ് അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള ആ ശരണമന്ത്രം ഉരുവിട്ടുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും ഒരേ കണ്ണുകളോടുകൂടി അങ്ങനെ കാത്തിരിപ്പാണ്. എല്ലാവരുടെയും മനസ്സിൽ ഒന്ന് തന്നെയാണ്, ആ മകരജ്യോതി തെളിയുന്നത്, ആ മകര വിളക്ക് തെളിയുന്നത് കാണുവാൻ, ആ ശബരീശ വിഗ്രഹത്തിൽ ആ തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള ആ ദർശനത്തിന് വേണ്ടിയിട്ട്, ആ ദർശന പുണ്യത്തിന് വേണ്ടിയിട്ട് എല്ലാ ഭക്തജനങ്ങളും അങ്ങനെ കാത്തിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള നിമിഷങ്ങളാണ് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. എല്ലാ അയ്യപ്പന്മാരും എത്രയും വേഗം ശബരിമലയിൽ എത്തുവാൻ വേണ്ടി ആ പമ്പയിൽ നിന്ന് ഇറങ്ങിയവരൊക്കെ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോരുത്തരും അങ്ങനെ കടന്നു പോകുന്നു. എത്രയും വേഗം ഈ തിരക്കൊക്കെ മാറ്റി ഇവിടെ പൂർണ്ണമായും എല്ലാവിധ തയ്യാറെടുപ്പുകളോടും കൂടി സ്വീകരിക്കുവാനുള്ള ആ കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെയുള്ള മറ്റ് വാദ്യമേള ഘോഷങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ള ചെറുപ്പക്കാരാണ്. ഇവരൊക്കെ നിന്നുകൊണ്ട് തന്നെ ഈ സ്വീകരണത്തിന് വേണ്ടിയിട്ട് വാദ്യമേളങ്ങൾ നയിക്കും. അതോടൊപ്പം തന്നെ മറ്റ് തയ്യാറെടുപ്പുകൾ കൂടെ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു വേദി ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് സ്വീകരണം നടത്തുക. അതായത് ഈ തിരുവാഭരണ പേടകങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ദേവസ്വം ബോർഡ് അംഗങ്ങളും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇങ്ങോട്ടേക്ക് എത്തും. ഇവിടെ നിന്നും പൂമാലയണിയിച്ച് സ്വീകരിച്ചുകൊണ്ട് ആ വീരാളിപ്പട്ട് ചൂടിയ 3 പേടകങ്ങളും ഇങ്ങനെ വരുമ്പോൾ, ആ പൂമാലയൊക്കെ ചുറ്റിയുള്ള പേടകങ്ങൾ ഇങ്ങനെ പേടകവാഹക സംഘം അങ്ങനെ കൊണ്ടുവരുമ്പോൾ വളരെയധികം ആചാരപൂർവമായ പ്രൗഢിയോടുകൂടിയുള്ള സ്വീകരണം ഒരുക്കുവാൻ വേണ്ടി തന്നെയാണ് ദേവസ്വം ബോർഡ് തയ്യാറായിട്ടുള്ളത്. അതിനു മുമ്പ് തന്നെ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കുന്നുണ്ട്. എല്ലാവിധ പരിശോധനകളും പൂർത്തിയാക്കുന്നുണ്ട്. കാരണം ശരംകുത്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഉൾക്കാടിലൂടെയാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. വനമേഖലയായതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധന ശക്തമാക്കിയിട്ട് മാത്രമേ ഇവിടെ നിന്നും എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എല്ലാ പോലീസും അതോടൊപ്പം തന്നെ ബോംബ് സ്ക്വാഡും എല്ലാ വിധത്തിലുള്ള തയ്യാറെടുപ്പും ഇവിടെ പരിശോധനകളും നടത്തുന്നുണ്ട്. ഇവിടെ നാളികേരങ്ങളൊക്കെ അങ്ങനെ ഉടച്ച് ഇട്ടേക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് ഇവിടെ ഓരോ ഭക്തരും എത്തുമ്പോൾ ഇവിടെ നാളികേരം ഉടച്ചുകൊണ്ട് ഇവിടെ ശരം കുത്തിക്കൊണ്ട് ഇവിടെ നിന്നും മല ചവിട്ടുകയാണ്. ഇവിടെ നിന്നും ആ സന്നിധാനത്തേക്ക് പോവുകയാണ്. അതിനു മുമ്പായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള പരിശോധനകൾ പൂർത്തിയാക്കി. ഇത് അവസാനഘട്ട പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം ഇവിടെ നിന്നും പൂർണ്ണമായും അയ്യപ്പന്മാരെ സന്നിധാനത്തേക്ക് മാറ്റിയ ശേഷമാണ് ഇവിടേക്ക് തിരുവാഭരണത്തെ ആനയിച്ചു കൊണ്ടുവരുമ്പോൾ ഇവിടെ സ്വീകരണം ഒരുക്കുക. എന്തായാലും ആ തരത്തിലുള്ള പരിശോധനകൾ പോലീസ് ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മറ്റ് പരിശോധനകൾ എല്ലാ തരത്തിലും
സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് ഇവിടേക്ക് ഈ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള മറ്റ് അവസാനഘട്ട തയ്യാറെടുപ്പുകൾ നടക്കുന്നത്. ഇപ്പോൾ ഈ വേദി ചെറിയൊരു വേദിയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ നിന്നുകൊണ്ടാണ് ഈ സ്വീകരണം ഉണ്ടാകുക. ഇവിടേക്ക് കൊണ്ടുവരുന്ന തിരുവാഭരണം ആ 3 പേടകങ്ങളെയും പേടകവാഹക സംഘത്തെ സ്വീകരിച്ച ശേഷം ഇവിടെ നിന്ന് ശരംകുത്തിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുമെന്ന്.